ഗുഡ് മോർണിംഗ്. നമസ്തേ. മോർണിംഗ് സാർ. വെൽക്കം ടു എല്ലാ ആൾക്കാരും ബി ഫിറ്റ് ഫ്രം ഹോമിന്റെ ഹെൽത്തി ചാറ്റ് പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാമിന് കണക്ട് ചെയ്ത് നിൽക്കുന്നതിൽ, ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മൾ കുറെ നാളുകളായിട്ട് ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ, നമുക്ക് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൽ നമുക്ക് ബി ഫിറ്റ് ഫ്രം ഹോം കഴിഞ്ഞ ഒരു 4 to 5 years ആയിട്ട് നമ്മുടെ വലിയ മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ മുഖാന്തരം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമും ഇതിൽ നിന്ന് കിട്ടുന്ന നോളജും നമ്മുടെ ലൈഫിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഒരു ആരോഗ്യ മേഖലയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാനും മറ്റുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിലേക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളെ കുടുംബത്തിലാണെങ്കിൽ പോലും ചെറിയൊരു സ്റ്റെപ്പ് എടുക്കാനും അവരുടെ ജീവിതത്തിലൊരു ജീവിത ശൈലിയിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്ന് പറയുന്നതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആൾക്കാരെയും സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ടുള്ള ചാറ്റ് വിത്ത് ബി ഫിറ്റ് ഫ്രം ഹോം എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് വരുന്ന വ്യക്തി ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഓരോ ആൾക്കാരും വളരെയധികം ലക്കിയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഈ ഒരു ഏർലി മോർണിംഗ് വളരെ വളരെ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ നമുക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഇന്ന് കിട്ടിയതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് മോർ ദാൻ 10 years ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിൽ കണ്ടിരിക്കുന്ന ഒരുപാട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അദ്ദേഹം ലൈഫില് ലേണിംഗ്, പഠിക്കുക എന്ന് പറയുന്നത് നിർത്താത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയി. അദ്ദേഹം എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 20 years, 20 വർഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എയർഫോഴ്സിൽ വർക്ക് ചെയ്തു. ആ സമയത്തും അദ്ദേഹം ലേണിംഗ് നിർത്തിയില്ല. ആ സമയത്ത് അദ്ദേഹം MA സൈക്കോളജി എടുത്തു. അതിനുശേഷം അദ്ദേഹം അതിന് PhD എടുത്തു. ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഗവൺമെന്റ് സർവീസിൽ, ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനിയിൽ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റ് 10 years ആയിട്ട് അദ്ദേഹം ന്യൂട്രീഷൻ മേഖലയിൽ പഠിക്കുകയും ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ ഹെൽത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു കൗൺസിലർ ആണ്, സോമോർ അദ്ദേഹം ഒരു മാരത്തോൺ റണ്ണർ ആണ്. ഫിറ്റ്നസിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വി ഫോർ വെൽനസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആണ്. മാത്രമല്ല വെൽനസ് കമ്മ്യൂണിന്റെ സയന്റിഫിക് അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. സോമോർ. സോ ഐ ആം സോ എക്സൈറ്റഡ്. ഇന്നത്തെ ഈ ഒരു ബി ഫിറ്റ് ഫ്രം ഹോമിന്റെ ചാറ്റ് വിത്ത് ബി ഫിറ്റ് ഫ്രം ഹോം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വ്യക്തിയെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഡോക്ടർ സനിൽ സാർ സ്പോട്ട്ലൈറ്റ് ചെയ്യാം. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. യെസ് സനിൽ സാർ. ഓക്കെ. വളരെയധികം സന്തോഷം സാർ. സുഖം തന്നെ? അടിപൊളിയായി പോകുന്നു. അടിപൊളിയായി പോകുന്നു. ഓക്കെ. സാറിനോട് എനിക്ക് ഒരുപാട് അസൂയുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് അസൂയുണ്ട്. പക്ഷേ ആ അസൂയെല്ലാം സാറ് നിഷ്പ്രഭമാക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അസൂയക്ക് അധിക സമയം അതിന് നിലനിൽപ്പില്ല. പല കാര്യത്തിൽ അസൂയ ഉണ്ടെങ്കിൽ പോലും സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, സാറിന് മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ അസൂയക്ക് പ്രാധാന്യം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാറിന്റെ ഡൗൺ ടു എർത്ത് ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അഹങ്കാരവും നന്ദിയും ഒരുപോലെ ഒന്നിച്ച് നിൽക്കില്ലല്ലോ. സാറിനെ കാണുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം പതിയെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. അന്നേരം സാറിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ ആ അസൂയക്ക് അധികം നിലനിൽപ്പില്ലെങ്കിൽ പോലും സാറിനെ പറ്റിയിട്ട് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, സാറിനെ പറ്റിയിട്ട് സാറ് ഇപ്പോഴത്തെ ജനറേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ പറ്റി സാറൊന്ന് തള്ളാൻ പറ്റും? ഓൾമോസ്റ്റ് വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു
എന്റെ കുടുംബത്തിനെ പറ്റിയോ എന്റെ സ്ഥലത്തിനെ പറ്റിയോ ഒഴികെ ബാക്കിയൊക്കെ വളരെ സൂപ്പർ ആയിട്ട് തള്ളിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഞാൻ തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറവ് ആയിപ്പോകും. എന്റെ സ്ഥലം കണ്ണൂര് പയ്യന്നൂരിനടുത്ത് പ്ലാത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാമിലി, വൈഫ്, രണ്ട് കുട്ടികൾ. ആ, ഈ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയാണ്. കാരണം ഒരുപക്ഷെ മുമ്പ് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് നല്ല ചില ഹെൽത്ത് ചലഞ്ചസ് വന്നതിന് ശേഷമാണ് ആരോഗ്യം എങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്, ആ ഒരു ആവശ്യം എന്തുകൊണ്ട് വരുന്നു, ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ സർവീസിൽ, ഡിഫൻസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ. കാരണം നമ്മള് നമ്മുടെ നാട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത രീതി ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് പല രീതിയിലുള്ള ചലഞ്ചസ് നമുക്ക് വരും, എല്ലാവർക്കും വരും. അപ്പൊ അവിടെ നമ്മൾ അതുമായിട്ട് ബോഡി അഡാപ്റ്റ് ചെയ്യണം. ഈ അഡാപ്റ്റേഷൻ നടന്നില്ലെങ്കിൽ ബോഡി അതിനായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം പോയല്ലോ, അപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളതാണ്. അങ്ങനെ ഡോക്ടറെ കണ്ട് പിന്നെ അവിടുന്ന് സൊല്യൂഷൻ ഇല്ലെങ്കിലാണ് ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ റിസൾട്ടാണ് ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് സാറിനോട് സാറിനോട് അസൂയ തോന്നാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. കാരണം എന്ന് പറയുന്നത്, സാർ എന്തൊക്കെ കാര്യങ്ങളും ചെയ്യുന്നത്. സാർ ഇപ്പം 9 to 6, 9 to 7 സാർ ഓൾമോസ്റ്റ് ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള സമയം സാറ് എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സാറ് സ്വന്തമായിട്ട് ഒരു വെൽനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, ഹെൽത്ത് കോച്ചിങ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ കുടുംബവും കൊണ്ടുപോകും. ഇത് ഒരുപക്ഷെ ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മൾട്ടി ടാസ്കിങ്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പല ആൾക്കാരും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ സാറ് സമയം കണ്ടെത്തുന്നു എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ, അതാണ് എൻ്റെ ഒരു അസൂയയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്. അത് എങ്ങനെയാണ് സാർ മാനേജ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ടൈം എനിക്കും 24 അവേഴ്സേ ഉള്ളൂ, ഒട്ടും വ്യത്യാസമില്ല. ഞാനും സാധാരണ പോലെ തന്നെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എക്സസൈസും മറ്റ് ഡെയിലി ആക്ടിവിറ്റീസും ഓഫീസും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയം, സ്പെയർ ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഈവൻ ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഒരുപക്ഷെ ചെസ് കളിയായിരിക്കും. കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഞാൻ ചെസ്സിലും ഇൻവോൾവ് ആണ്. 6 അല്ല, ഒരു വർഷത്തോളമായിട്ട് ചെസ്സിലും ഇൻവോൾവ് ആണ്. അപ്പൊ ഞായറാഴ്ചകളിൽ 2 മണിക്കൂർ മോനെ ചെസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഞാനും അവിടെ ഇരുന്നിട്ട് കളിക്കും. നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യം നമ്മൾ അത് പിന്നെയും പിന്നെയും ചെയ്യാൻ ശ്രദ്ധിക്കും, വഴി കണ്ടെത്തും, സമയം കണ്ടെത്തും. അതാണ്. ഞാൻ അപ്പൊ മനഃപൂർവ്വമാണ് ഈ ഹെൽത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ബിസി ആകുന്ന സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യം, എസ്പെഷ്യലി എക്സസൈസിന്റെ കാര്യത്തിൽ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ നമ്മളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം സാർ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഈ ഓഡിയൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഞാനിപ്പോ പറഞ്ഞ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ പറയാം. നമ്മള് ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യും. അതുകൊണ്ടാണ് പല ആൾക്കാരും സ്വന്തം ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും യൂട്യൂബ് നോക്കിയിട്ടോ അല്ലാതെ മറ്റുള്ളവരുടെ കോച്ചിങ് എടുത്തിട്ടോ ഒക്കെ ഡയറ്റ് പ്ലാനിൽ മാറ്റം വരുത്തിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തപ്പെട്ട ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് വരുന്ന ആള് ചിലപ്പോൾ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് അത് വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അയാളുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഗോൾ ആണെങ്കിൽ ആ ഗോൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡയറ്റ് പാറ്റേൺ മാറിയിട്ട് പഴയ ഡയറ്റ് പാറ്റേണിലേക്ക് പോകാനുള്ള കാരണം പോലും അത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യായിരുന്നില്ല, കഷ്ടപ്പെട്ട് ചെയ്യായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് എക്സസൈസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഒരുപാട് വില കൊടുക്കാത്തൊരു കാര്യമായിരുന്നു, ഈവൻ ഡിഫൻസിലായിരുന്നിട്ട് പോലും. അത് ഒരുപക്ഷെ അത്ഭുതം തോന്നാം, ബട്ട് എയർഫോഴ്സിലായിരുന്നതുകൊണ്ടായിരിക്കാം ആഴ്ചയിൽ 2 3 ദിവസം ആണ് ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പീരീഡിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 95 96 സമയത്ത് എയർഫോഴ്സിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് ഹെൽത്ത് റൺ, 5:30 6 മണിക്കൊക്കെ ഹെൽത്ത് റൺ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. മേ ബി ഇപ്പോഴത്തെ തോന്നുമ്പോൾ ശരിക്കും ചിരി വരും. കഴിഞ്ഞ ആ ഒരു സമയത്ത് 1.5 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെയൊക്കെയാണ് മാക്സിമം ഉള്ള റണ്ണിങ് ടൈം. ഈ ഒരു റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവും നമുക്കുണ്ട്. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ഉറങ്ങാന്ന് പറയുന്നത് എന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ആയിരുന്നു. ബസ്സിൽ നിന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അത്രയും
ഉറക്കത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആ ഉറക്കത്തിനെ കുറച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഉറങ്ങുകയല്ല, പകലുറക്കം കൂടുകയല്ല ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അതിന് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ സമയം യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുക. ആ ഫിസിക്കൽ ട്രെയിനിങ് ഇഷ്ടമല്ലാതിരുന്ന ഞാൻ ഒരുപക്ഷെ കഴിഞ്ഞ മേ ബി കോവിഡ് തുടങ്ങിയതിനു ശേഷമാണ് ഓൺലൈൻ ഫിറ്റ്നസ്സിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഓൺലൈനിൽ ഫിറ്റ്നസ് സെഷൻസ് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിലൊരു സ്ഥിരത വന്നതിന് ശേഷം ഈവൻ കുട്ടികൾക്ക് പോലും അത് ഇഷ്ടമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി കണ്ട് കണ്ട് അവർക്കും തോന്നും ഓക്കെ ഞാനും ചെയ്യാം. നമ്മുടെ അതേ ആക്ടിവിറ്റിയിൽ അവർ വരണമെന്നില്ല. അവർ ചിലപ്പോൾ സൈക്ലിങ്ങോ കരാട്ടയോ അല്ലെങ്കിൽ മറ്റ് പല ആക്ടിവിറ്റീസിലേക്കും പോകും. അത് തന്നെയാണ് ഈ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ അവരവര് ഒരുപക്ഷെ മറ്റുള്ളവരെ എങ്ങനെയാണ്, കുട്ടികളാണെങ്കിൽ പോലും അവരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചുകൂടി കേമനാവണം. പക്ഷെ കേമനാവാൻ ശരിയായ വഴി ഉപയോഗിക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാവാണ് ചെയ്യുന്നത്. ഓക്കെ സർ, താങ്ക് യു. സോ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. സോ നമ്മുടെ ഇന്നത്തെ വളരെ ദ പവർ ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ മെന്റൽ വെൽനെസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് വിശ്വസിക്കുന്നു. മാത്രമല്ല സാർ ഈ മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഐ ഓപ്പണിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഫസ്റ്റ് ഞാൻ സാറിനോട് അറിയാമോ, ഈ ഹെൽത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ സ്ലീപ്പിന് എത്രമാത്രം പ്രാധാന്യം, സ്ലീപ്പിന് പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം, പക്ഷെ എത്രമാത്രം സ്ലീപ്പിന് പ്രാധാന്യം? ആരോഗ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് 4 പില്ലറാണ് ഉള്ളതെന്ന് പറയാം. 4 പില്ലറിൽ ഒന്ന് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൽ ന്യൂട്രീഷൻ പോർഷൻ ഉണ്ടാവണം. നമ്മൾ കഴിക്കുന്നത് ഭക്ഷണമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് പോർഷനാണ്. ഇതും ഇതിന് ശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനർജി ഉള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം യൂസ് ചെയ്യണം ആ എനർജി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബോഡി മൂവ്മെന്റ്സ്, എക്സസൈസ്, വർക്കൗട്ട്, അതിൽ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ശരീരം അനങ്ങണം, മസിൽസ്, അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്തും റിപ്പയറും ഒക്കെ നടക്കും. ഇതിന് ശേഷം വരുന്ന മൂന്നാമത്തെ പില്ലറാണ് നമ്മുടെ ശരീരം വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര വിശ്രമം കിട്ടണം. വിശ്രമം, ഉറക്കം ഇതൊക്കെ ഒരേ പാറ്റേണിൽ വരുന്നതാണ്. നമ്മൾ കുറെ നേരം വിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. 4ാമത്തെ പില്ലറാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ പോയില്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബാക്കി 3 കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഉറക്കത്തിനാണ് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പക്ഷെ ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരം കൂടുതൽ റിപ്പയർ ചെയ്യുന്നത്. ഗ്രോത്ത് ആൻഡ് റിപ്പയർ നടക്കുന്ന ഏറ്റവും മാക്സിമം സമയം എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിക്കാത്ത സമയത്ത്. ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കാം. ഈ പണി നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം പോലും റോഡ് അടച്ചിട്ട് ചെയ്യുന്നില്ല. വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, അവിടെ പണി നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി പോസിബിൾ ആവും? ഇല്ല. നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നതിന് ശേഷം, മൂവ്മെന്റിന് ശേഷം അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ് ഉറക്കം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെയും കയ്യും കാലം അനക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിന് തന്നെ ഇതിന്റെ ഹോർമോണൽ ലെവലിലും അല്ലെങ്കിൽ ബോഡിയുടെ ഒരു നാച്ചുറൽ ലെവലിലും ശരീരപ്രകൃതം എങ്ങനെ പോകുന്നു എന്നുള്ളതിനും ഒക്കെ ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരം പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കുന്നു, ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ മുഖേനയാണ്. അത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, പ്രോട്ടീൻ, കൊഴുപ്പ്, ഇതിന്റെയൊക്കെ ഉപാപചയം, മെറ്റബോളിസം. ഈ മെറ്റബോളിക് ലെവലിലുള്ള വർക്ക് ശരിയായിട്ട് നടക്കണമെങ്കിൽ പലതരത്തിലുള്ള ഹോർമോൺസും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. ഈ ഹോർമോൺസ് ശരീരത്തിന് ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന സമയം പലപ്പോഴും ഈ വൈകുന്നേരങ്ങളിലാണ്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഇമ്പാക്ട് ശരീരത്തിലെ പല മസിൽസിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. സോറി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ നമ്മൾ ഗൈഡ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. 5 ആൾ 6 രീതി പറയും. നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ അവസാനം ഈ പരിപാടി അവിടെ നിർത്തും. കേട്ട കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഇന്ന് കൺഫ്യൂഷൻ നമ്മളെ ലീഡ്സ് ടു ഇനാക്ടിവിറ്റി ആണ് വരുന്നത്. എത്ര മണിക്കൂർ നമ്മൾ ശരിക്കും നമ്മൾ ഉറങ്ങണം? നമ്മൾ ഉറങ്ങേണ്ട സമയം നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് കൂടുതലും വരിക, നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ചാണ് കൂടുതലും നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഒരാൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളൊരു ചോദ്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കാം. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ 30 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. 20 കിലോന് കുടിക്കണം എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്.
ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹം വരുന്നതിന് മുമ്പ് കുടിക്കണം. ഉറക്കത്തിനെ സംബന്ധിച്ച് നമ്മുടെ പ്രായം ചെറിയ കുട്ടികളെ നോക്കിക്കോളൂ, ഇൻഫൻസ് അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു 18 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങും. അവരിങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് അവരുടെ കൈകാല അനക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ ടോട്ടൽ ടൈം 18 മണിക്കൂറിന് മുകളിലേക്ക് പോകും. 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയൊക്കെ ആകുമ്പോഴേക്കും ഒരു 13 മണിക്കൂറിലേക്ക് അത് ചുരുങ്ങി വരും. സ്കൂളില് ചെറിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഒരു 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ വളരെ സുഖമായിട്ട് അവർ ഉറങ്ങും. പിന്നീട് ഈ കോളേജിന്റെ എഫക്റ്റും അല്ലെങ്കിൽ ഇന്നത്തെ കോമ്പറ്റീഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അത് സഡൻ ആയിട്ട് ഉറക്കം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിലേക്കൊക്കെ എത്തുന്നത്. ആ സമയം മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളും കണ്ടു തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു പക്ഷേ അനീമിയ ഇതൊക്കെയാണ് പെട്ടെന്ന് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറയും ഓക്കെ, സ്കൂളുകൾ മുഖേന നമുക്ക് അയൺ സപ്ലിമെന്റ് ഒക്കെ കൊടുക്കാന്നൊക്കെ പറയും. ഒരു അഡൾട്ട് അല്ലെങ്കിൽ 20 to 55 ഏജിലുള്ള ഒരാളുടെ അപ്രോക്സിമേറ്റ് സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 6 to 8 hours ക്വാളിറ്റി സ്ലീപ്പാണ്. ഇത് വേണം. ഇത് വാരി ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ രാവിലെ മുതലുള്ള ആക്ടിവിറ്റീസ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഫിസിക്കൽ സ്ട്രെസ്സും മെന്റൽ സ്ട്രെസ്സും, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണെങ്കിൽ അയാൾ ഒരു 8 മണിക്കൂറെങ്കിലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ല ഒരു നോർമൽ ഈസി ടു ബേ ജോബ് ആണെങ്കിൽ തീർച്ചയായിട്ടും, ആക്ടിവിറ്റീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6 hours 6.5 hours ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് സമയമുണ്ടോ സാർ? ഇത്ര നമ്മൾ കിടക്കുന്ന സമയം, ഞാൻ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നു എന്ന് പറയുന്നത്, ഇന്നത്തെ ജനറേഷന്റെ ലേറ്റ് നൈറ്റിൽ കിടന്നുറങ്ങുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ മീഡിയ അവർ യൂസ് ചെയ്യുന്നു, റീൽസ് കാണുന്നു. അവരൊക്കെ തന്നെ മാത്രമല്ല, ഇപ്പം ഈവൻ പുതിയ ജനറേഷനോട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുഴുവൻ നമ്മൾ പണ്ട് ഒരു അല്ലെ പരീക്ഷ സമയത്തെങ്കിൽ പോലും 4 മണിക്കൊക്കെ തന്നെ എഴുന്നേറ്റ് അല്ല 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. ഇന്നത്തെ ജനറേഷൻ നമ്മൾ എല്ലായിടത്തും കാണുന്നതെന്ന് പറയുന്നത്, ഈവൻ നമ്മുടെ നാട്ടിലെ കോഫി ഷോപ്പ് പോലും അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പോലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് 2 മണി 3 മണി വരെയൊക്കെയാണ്. കാരണം ഇവരൊരു 12 മണി 1 മണി 2 മണി 3 മണി വരെയൊക്കെ തന്നെ ഇവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നു. അല്ലെങ്കിൽ പഠനത്തിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തിട്ട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമാണ്. അതായത് നമ്മുടെ ഉറക്കത്തിന് ഒരു സമയമുണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റി സ്ലീപ്പിന് ഒരു സമയമുണ്ടോ എന്നുള്ളതൊന്നും. ക്വാളിറ്റി സ്ലീപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് സമയം ഉറങ്ങുന്നു എന്നുള്ളതുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം സിർക്കാഡിയൻ റിതം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ബോഡിയുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്, സിർക്കാഡിയൻ റിതം. സിർക്കാഡിയൻ റിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ലൈറ്റും ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്യുന്നതിനെ പറയുന്നത്. അത് ഉറക്കത്തിന് മാത്രമല്ല, സിർക്കാഡിയൻ റിതം നമ്മുടെ എല്ലാ ഹോർമോൺസിനെയും അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കാര്യം കൊണ്ട് തന്നെ ഉറക്കത്തിന് ഇത് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്താ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സാധാരണ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്, മീൻസ് ഇരുട്ടാക്കിയിട്ടാണ് ഉറങ്ങുന്നത്. ഈ ഇരുട്ട് അല്ലെങ്കിൽ ഡേ നൈറ്റ് സൈക്കിള് നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട 2 ഹോർമോണുകളെ സ്വാധീനിക്കും. അതിലൊന്ന് കോർട്ടിസോൾ എന്ന് പറയുന്നതാണ്. രാവിലെ ആകുമ്പോൾ നമുക്ക് ഉറക്കം ഉണരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അല്ലാതെ കോർട്ടിസോൾ എന്ന് പറയുന്നത് വെറും സ്ട്രെസ് ഹോർമോൺ അല്ല, വെറും മോശം ഉള്ള ഒരു ഹോർമോൺ അല്ല. രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസത്തേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മളെ ഒന്നുകൂടി എനർജറ്റിക് ആക്കി കൊണ്ടുവരുന്നത് ഒക്കെ ഈ കോർട്ടിസോളാണ്. കോർട്ടിസോളിന്റെ അളവ് വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറഞ്ഞു വരും. സൂര്യൻ അസ്തമിക്കുന്നതോടെ അതിന്റെ അളവ് വളരെ കുറഞ്ഞ് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവ് കൂട്ടാൻ തുടങ്ങും. ഒരു 9 മണി 10 മണി ആകുമ്പോഴേക്ക് മെലാട്ടോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോൺ പാരമ്യത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉള്ള ഉറക്കം നമ്മളെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവ് ആണ്. വളരെ ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്. ഈ ഒരു ഉറക്കം മെലട്ടോണിൻ സെക്രീറ്റ് ചെയ്ത് കൂടുതൽ അളവിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കണ്ണുകളിലേക്ക് അടിക്കുന്ന ഡേ നൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്, ഫ്ലൂറസൻ ലൈറ്റ് അളവ് കുറഞ്ഞു പോകും. ഇപ്പൊ ഈ സാറിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്, ഇന്നത്തെ കാലത്ത് റീൽസും അല്ലെങ്കിൽ റീൽസ് എന്ന് വേണ്ട, സ്ക്രീനിൽ നമുക്ക് മാത്രം പറയാം. ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും മറ്റ് പലതരത്തിലുള്ള സ്ക്രീനുകളായാലും അതിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഫ്ലൂറസൻ ലൈറ്റ് ആണ്. CFL അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ്, ഇതൊക്കെ അങ്ങനെയല്ല വന്നത്. അപ്പൊ ഈ ഒരു ലൈറ്റിന് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ സെക്രീഷൻ അളവ് കുറയുന്നത് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനോട് പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇല്ല ഇപ്പൊ ഉറങ്ങാൻ സമയമായിട്ടില്ല, പകലുണ്ട് അത്രയെന്നാണ്. അതാണ് ആക്ച്വലി നമ്മള് രാത്രി ഉറങ്ങിയില്ല, നമ്മൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും നമുക്കൊരു അത്രയും 8 മണിക്കൂറോ 9 മണിക്കൂറോ ഉറങ്ങിയാൽ പോലും ആ ക്ഷീണം നമുക്ക് മാറുന്നില്ല.
അല്ലെങ്കിൽ നമ്മൾ രാത്രി ഒരു 6 മണിക്കൂർ ഉറങ്ങി കിട്ടുന്ന ഒരു ക്വാളിറ്റി നമ്മൾ പകരം എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും കിട്ടാത്തത് ഒരുപക്ഷെ ഈ ഒരു രാത്രി തന്നെ ഉറങ്ങണം എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അല്ലെ? അതെ അതെ. സാറേ വേറൊരു ക്വസ്റ്റ്യൻ അതിനോട് ചോദിക്കാം. ഇപ്പം ഈ ക്വാളിറ്റി സ്ലീപ്പില് നമ്മൾ പറയാറുണ്ട് നമ്മൾ ബ്രേക്ക് ഇല്ലാതെ ഉറങ്ങുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ സ്ലീപ്പിന്റെ വ്യത്യസ്ത ഘടകം എങ്ങനെയൊക്കെയാണ് ആ ലെവൽ 1, ലെവൽ 2, 3 എന്നൊക്കെ രീതിയിലേക്ക് സ്ലീപ്പിന് പോകുന്നത്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകേണ്ടത്, അല്ലെ ബ്രേക്ക് ഇല്ലാതെ ഉറങ്ങേണ്ടതിന്റെ കാരണം എന്ന് പറയാം? ബ്രേക്ക് ഇല്ലാതെ ഉറക്കം പോസിബിൾ അല്ല. ആദ്യം തന്നെ ആ ചോദ്യത്തിനെ അങ്ങ് മാറ്റാം. ഒരാൾ ഉറങ്ങുന്ന ഇത് പല സ്റ്റേജുകളായിട്ടാണ്. ആക്ച്വലി പല സ്റ്റേജ് അല്ല, പല സൈക്കിൾ ആയിട്ടാണ് പറയാം. ഒരു സൈക്കിളിന് 4 സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഒരാൾ 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ആളെ പറ്റി ഞാൻ സൂചിപ്പിക്കാം. ഇയാളുടെ ഈ ഒരു ഉറക്കത്തില് ഓൾമോസ്റ്റ് 4 to 5 സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാവും. ഒരു സൈക്കിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് സ്റ്റേജ് 1ലേക്ക് വരും. സ്റ്റേജ് 1 to 4 ആണ് ഇയാളുടെ ഉറക്കത്തില് ഒരു സൈക്കിളിലുള്ള സ്റ്റേജസ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ ഈ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അറിയാതെ ഉണരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമുക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ചിട്ടോ ഒക്കെ എഴുന്നേക്കുന്ന ആ ഒരു സമയം വരുന്ന ഈ സൈക്കിൾ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് അയാള് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 തിരിച്ച് സ്റ്റേജ് 1ലേക്ക് വരും. ഈ ആദ്യത്തെ 3 സ്റ്റേജും ആക്ച്വലി നമ്മൾ 10 മണിക്ക് ഉറങ്ങിയിട്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു അഡിഷൻ കൂടിയാണ് ഇപ്പൊ പറയുന്നത്. ആദ്യത്തെ മേ ബി ഒരു 2 മണി വരെയുള്ള സമയം നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ റിപ്പയറിന് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയം. 2 മണിക്ക് അടുത്ത കിടന്നാൽ ഒരു 4 മനസ്സിലായില്ല. അല്ല, അതിനു മുമ്പ് കിടന്നാൽ ആ അപ്പൊ ഈ ഫിസിക്കൽ റിപ്പയർ കുറയുന്ന ആൾക്കാരാണെങ്കിൽ ആ 2 മണി വരെയുള്ള ഉറക്കം അയാളുടേത് നല്ലതാണെന്ന് നോക്കിയാൽ മതി. ഗ്രോത്ത് ആൻഡ് ഫിസിക്കൽ റിപ്പയർ. ഈ 2 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള സമയം ഉറങ്ങുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്നതാണ്. ഈ രാവിലത്തെ സമയം ഉറങ്ങാത്തവർക്കായിരിക്കും ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ കൂടെ കൂടെ ഉറക്കം മതിയായില്ല എന്നുള്ള തോന്നൽ മുതൽ മറ്റുള്ളവരുമായിട്ടുള്ള പേഴ്സണൽ ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഇമോഷണൽ ചാലഞ്ചസ് വരുന്നതൊക്കെ രാവിലെ ഉറങ്ങാത്ത ആൾക്കാരിലാണ്. ഓക്കെ, ഈ ഡിഫറെന്റ് സ്റ്റേജസ് ഞാനിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് മേ ബി ഒരു 5 to 10 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഞെട്ടും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഒരു 20 to 30 മിനിറ്റ്സ് ഉണ്ടാവും. ഈ 20 to 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ആൾക്കാരെ ഡിപെൻഡ് ചെയ്യും. ഒരേ ആള് തന്നെ ആദ്യത്തെ സ്ലീപ്പ് സൈക്കിളിലാണോ അല്ലെങ്കിൽ 10 മണിക്കാണോ ഉറങ്ങുന്നത്, ആദ്യത്തെ സൈക്കിളാണോ അവസാനത്തെ സൈക്കിളാണോ എന്നനുസരിച്ചിട്ടും ഡിപെൻഡ് ആവും. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ്സ് മുതൽ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മുതൽ 40 മിനിറ്റ്സ് വരെ നീളുന്നതാണ്. ഫസ്റ്റ് 3 സ്റ്റേജ് കഴിയുമ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് ആവും. അതിനുശേഷമുള്ള സമയമാണ് റെം അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സമയത്ത് ഓൾമോസ്റ്റ് എന്താ പറയാ 70 മിനിറ്റ്സ് മുതൽ 110 മിനിറ്റ്സ് വരെയുള്ള ഒരു 30 മിനിറ്റ്സ് വരെ. ഇതാണ് ആദ്യത്തെ സ്ലീപ്പ് സൈക്കിൾ. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്ക്, മൂന്നാമത്തെ സൈക്കിൾ ആകുമ്പോഴേക്ക്, സ്ലീപ്പ് സൈക്കിൾ ആകുമ്പോഴേക്ക് രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന്റെ സമയ ഡ്യൂറേഷൻ വ്യത്യാസം വരും. ഫസ്റ്റ് 2 സ്റ്റേജസ് കുറഞ്ഞു വരും, മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേജ് കൂടി വരും. ഇതില് നമ്മുടെ ശരീരത്തില് മസിൽസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു 4ാമത്തെ സ്റ്റേജിലാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, 4ാമത്തെ സ്റ്റേജിലേക്ക് പോകാത്ത ഒരാള്, അയാളുടെ ഉറക്കം, അയാളുടെ മസിൽ റിപ്പയർ എല്ലാം ഡിസ്റ്റർബ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് റിക്കവറി എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ട് ആവും, പെർഫോമൻസ് കുറയും. ഓ ഓക്കെ, നമ്മൾ മണിക്കുട്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നു. സാറിന്റെ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സാർ ഈ പൂവർ സ്ലീപ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? സാർ ഇപ്പൊ ഒരു പ്രോബ്ലം പറഞ്ഞു, നമ്മളെ മസിൽ റിപ്പയറിംഗിന്റെ പറഞ്ഞു. പൂവർ സ്ലീപ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? പൂവർ സ്ലീപ്പ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ സമയമില്ല. ചില ആൾക്കാർ 4 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവും, പക്ഷെ 4 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ അയാൾക്ക് മതി, അയാൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. മീൻസ് അയാൾക്ക് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അയാൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഈ 4 മണിക്കൂർ മാത്രം ആണ് ഉറക്കത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് പോകുന്ന ഒരാളെങ്കിൽ അയാൾ മേ ബി
3 ഇയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ കാലത്തിന് ശേഷം അയാളുടെ മസിൽസ് ഫിസിക്കൽ ഗ്രോത്ത്, ഫിസിക്കൽ മെയിൻ്റനൻസ് കുറയുന്നുണ്ടാവും. മെയിൻ ആയിട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതാണ് സംഭവിക്കുക. അതേ സമയത്ത് ഈ ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാത്ത ഒരാള് ഞാൻ പറഞ്ഞു 2 രീതിയിലാണ് ഇത് ഹെൽപ്പ് ചെയ്യാന്ന്. ഒന്ന് ഫിസിക്കൽ ലെവലിലും, രണ്ടാമത്തത് മെന്റൽ ലെവലിലും. ഇയാൾക്ക് മാനസികമായിട്ടും പലതരത്തിലുള്ള ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്റലിജൻസ്, നമുക്ക് റെസിപ്രോക്കേഷൻ, ഒരു കാര്യം എങ്ങനെ അനലൈസ് ചെയ്യണം, അതിൽ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിന്റെ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോ കോർഡിനേഷൻ, നമ്മുടെ ബ്രെയിനും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടണോ അടിക്കണോ എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും ആ ഓടുന്നതിന്റെ സ്പീഡും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ കോർഡിനേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സാറേ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഇപ്പം സ്കിന്നിന് ഉണ്ടാകുന്ന പ്രോബ്ലം, കണ്ണിന് എന്ന് പറഞ്ഞ പോലെ മുടി കൊഴിച്ചല്, ഇത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് വലിയൊരു ഘടകമല്ലേ? ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം ബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതില് ഒന്ന് ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പാർട്ടാണ്. പുവർ സ്ലീപ്പ് കുറയാനുള്ള ഒരു കാരണം ഡേ സമയത്ത് ശരിയായ രീതിയിലുള്ള ഹൈഡ്രേഷൻ ഇല്ലാത്തത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രേഷനും നമ്മുടെ മുടിയും തമ്മിൽ കണക്ട് ആവും. കുറെ ഉണ്ട് അതില്. ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പല രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ സാറേ, ഈ ഉച്ചയുറക്കം അല്ലെ, ഉച്ചയ്ക്ക് ഉള്ള അത് നാപ്സ് എന്നൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേരൊക്കെ ഇട്ട്, അത് എത്രത്തോളം നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ? ഇന്നത്തെ കാലത്ത് പകലുറങ്ങുന്ന 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് IT രീതിയിലുള്ള ആൾക്കാർ, മീൻസ് രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ബട്ട് ആ കോമ്പൻസേഷൻ മിക്കവാറും നടക്കാറില്ല. ഉച്ചയുറക്കം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഉറക്കം 2 രീതിയിൽ ശരീരത്തിന് മോശം ആയിട്ട് എഫക്ട് ചെയ്യും. ഉറക്കത്തിന്റെ സമയം കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു മൈൽഡ് സ്ലീപ്പ് അല്ലെങ്കിൽ നാപ്പ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന് ഹെൽപ്പാണ്. ഞാൻ പറഞ്ഞു ഉറക്കമല്ല ആദ്യം തന്നെ സംഭവിക്കുന്നത്. ആദ്യം ശരീരത്തിന് സംഭവിക്കുന്നത് ഒരു വിശ്രമം വേണം എന്നുള്ളൊരു തോന്നലാണ്. ഈ വിശ്രമത്തിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്. പ്രത്യേകിച്ചും പകലാണെങ്കിൽ, പകല് വിശ്രമം വേണമെന്ന് ബോഡി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്രമം കൊടുക്കണം. പക്ഷെ ഇതിന്റെ ഡ്യൂറേഷൻ നമ്മൾ ഈ സ്റ്റേജ് 1ഉം 2ഉം കഴിഞ്ഞിട്ട് 3ലേക്ക് പോകാൻ അനുവദിക്കുന്നത്. ആ ഫസ്റ്റ് 2 സ്റ്റേജസിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 5 to 10 മിനിറ്റ്സും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 20 to 30 മിനിറ്റ്സും ആണെങ്കിൽ ടോട്ടൽ ഒരു 40 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ഡേ നാപ്പ് നല്ലത്, ഉച്ചയുറക്കം നല്ലത്. അതിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഉറക്കം മതിയാവാത്തതിന്റെ ഒരു അസംതൃപ്തിയാണ് പിന്നീട് ഉണരുമ്പോഴുണ്ടാവുക. ഈ സ്ലീപ്പും എക്സസൈസും തമ്മിൽ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണ്. എക്സസൈസ് സ്ലീപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നു, സ്ലീപ്പ് എക്സസൈസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് എത്ര മാത്രമാണെന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന് വളരെ കൂടുതൽ സ്വാധീനമുണ്ട്. നമ്മൾ രാവിലെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫിസിക്കൽ അല്ല എങ്കിൽ ബോഡിക്ക് റെസ്റ്റ് വേണം എന്ന് ബോഡി പറയുകയില്ല. ശരീരം പറയുന്നത് ആകെ കൂടിയിട്ട് നമ്മുടെ മനസ്സാണ് പറയുന്നത്, ഓക്കെ ഇന്ന് രാവിലെ മുതൽ ഞാൻ വളരെ സ്ട്രെയിനസ് ആയിട്ടുള്ള ജോലിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് മനസ്സിന് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറയും. പക്ഷെ അതല്ലല്ലോ ശരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് ശരീരത്തിന് വിശ്രമം തുടങ്ങുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, കിടന്ന ഉടനെ തന്നെ ഉറങ്ങുന്ന എത്ര പേരുണ്ട്? ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് 49 ആളുകളുടെ കിടന്ന ഉടനെ തന്നെ ഞാൻ ഉറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ആള് നിങ്ങൾ മിക്കവാറും എക്സസൈസ് ചെയ്യുന്നുണ്ട്. കിടന്ന ഉടനെ തന്നെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. ശരീരത്തിന് ഫിസിക്കൽ വിശ്രമം കുറവേ ആവശ്യമുള്ളൂ, മെന്റൽ ആയിട്ടാണ് വിശ്രമം ആവശ്യമുള്ളത്. പക്ഷെ കിടന്നിട്ടും കണ്ണടച്ചിട്ട് പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വിശ്രമം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. വളരെ ലേമൻ ലാംഗ്വേജിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ മസിൽ ആക്ടിവിറ്റീസ് ചെയ്തതും മസിലിന് ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഡിപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ മസിൽ സ്പ്ലിറ്റ് ആവും, പിന്നെ അത് ജോയിൻ ആവും, അല്ലെങ്കിൽ നശിക്കുകയും ചെയ്യും, പിന്നെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ മസിൽസിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം അവിടെ കിട്ടുന്നില്ല എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഉറക്കത്തിന്റെ ഫസ്റ്റ് 2-3 സൈക്കിളിൽ നമുക്ക് ഫിസിക്കൽ റിപ്പയർ നടക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ റിപ്പയർ നടക്കാൻ വേണ്ടിയിട്ട് ഉറക്കം വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പം എക്സസൈസ് ശരിക്കും സ്ലീപ്പിന് കോംപ്ലിമെന്ററി ആണ്, നേരെ തിരിച്ചു. ഓക്കെ, താങ്ക് യു സാർ. ഈ ഡയറ്റ്,
ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എത്രമാത്രം ഈ ഒരു ഉറക്കത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതൊന്ന്. ശരിക്കും എന്താ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്, വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്ന് മുമ്പ് പറയാറുണ്ട്. ഈ ചെകുത്താന്റെ പണിപ്പുരയാന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടോ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഇല്ല, ചിന്തകൾ ഇല്ല, അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ഒരു സ്ഥലത്തേക്ക് മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ന്യൂട്രിയൻസിന് ഒരുപാട് ഹെൽപ്പ് ഉണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ അത് ചെറിയ വേദനകളാണെങ്കിൽ പോലും നമുക്ക് ഉറക്കം ഡിസ്റ്റർബ് ആവും അല്ലെ. കാലിന് ചെറിയൊരു മുറിവ് പറ്റി, കാല് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വയ്ക്കുമ്പോഴേക്ക് വേദന വരും, ഉറക്കം ഡിസ്റ്റർബ് ആവും. ഇത് വരാതിരിക്കണമെങ്കിൽ, അത് ഞാൻ ഫിസിക്കൽ ലെവലിൽ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ മനസ്സിന് അല്ല നമ്മുടെ വയറിന് ബ്ലോട്ടിംഗ് ഉണ്ട്. ഈ ബ്ലോട്ടിംഗ് ഉള്ള സമയത്തും ഇതേപോലെ തന്നെ ഇഷ്യൂ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ വളരെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ അത്തരം ഇഷ്യൂസ് വരാത്ത സമയത്തേക്ക് വേണം ഉറക്കം കൊണ്ടുപോകാൻ. 6 to 7 സമയത്ത്, വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇതിൽ തന്നെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ന്യൂട്രിയൻസിന്റെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം എന്ന് പറയുന്നത് മൈൻഡ് റിലാക്സന്റ് ആണ്, നമ്മുടെ ഗട്ട് വയറിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. കുറെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും മൈക്രോ ന്യൂട്രിയൻസിന് വളരെ കൂടുതൽ പാർട്ടുള്ളതാണ് ഉറക്കത്തില്, മൈക്രോ ന്യൂട്രിയൻസിന്. അതിന്റെ കൂടെ തന്നെ അങ്ങനെയാണെങ്കിൽ സ്ലീപ്പ് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ ഡയറ്റില് അല്ലെങ്കിൽ സപ്ലിമെന്റേഷനിൽ ഏതൊക്കെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യും? ഒന്ന് പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ ഡി തന്നെയാണ്. കാരണം ഇത് സ്ലീപ്പ് ഇൻഡ്യൂസിങ് ആണ്, സ്ട്രെസ് റിലീസിങ് ആണ്. മഗ്നീഷ്യം ഇതിൽ ഒരു പ്രധാന ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ കാൽസ്യത്തിനുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് കൊടുക്കാം, ഫിസിക്കൽ റിപ്പയർ ചെയ്യാൻ. ഉറക്കത്തിന് വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല. സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് മറ്റൊരു ലെവലിലാണ്. അപ്പൊ ആ സ്ലീപ്പിംഗ് പിൽസോ പെയിൻ കില്ലറുകൾക്കോ പോകുന്നതിന് പകരം നമ്മുടെ ഡയറ്റും അതുപോലെ തന്നെ ന്യൂട്രീഷൻ പാർട്ടും നോക്കിക്കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് വളരെ നല്ലതാണ്. കാരണം അമിനോ ആസിഡ്സ് സെറോട്ടോണിൻ പോലെയുള്ള മൈൻഡ് റിലാക്സന്റ് ബോഡിയുടെ സ്വന്തം ഹോർമോണുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ട്രിപ്റ്റോഫാൻ വളരെ അത്യാവശ്യമുള്ളൊരു അമിനോ ആസിഡ് ആണ്. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന്. പക്ഷെ ഭക്ഷണത്തിൽ നിന്ന് ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ടോട്ടലി കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഭക്ഷണം നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ സപ്ലിമെന്റ്സിലേക്ക് നേരിട്ട് പോകണം എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, പക്ഷെ സപ്ലിമെന്റ്സിനെ നമ്മൾ തള്ളിക്കളഞ്ഞൂടാ. എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ്, ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ EFA omega-3 വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും അടങ്ങിയിരിക്കുന്നത് omega-6 ആണ്. എല്ലാ സീഡ് ഓയിലിനും അല്ലെങ്കിൽ നോർമലി കഴിക്കുന്ന എല്ലാ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലും ഒക്കെ omega-6 ആണ് കൂടുതലുള്ളത്. omega-6ഉം omega-3യും തമ്മിലുള്ള റേഷ്യോ ഇംബാലൻസ് ആകുമ്പോഴാണ് ഒരുപാട് ഇഷ്യൂസ് ഉള്ളത്, ഇൻക്ലൂഡിങ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് അടക്കം. അതുപോലെ തന്നെ നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതുകൊണ്ട് വരുന്നുണ്ട്. കാരണം omega-3 വേണ്ടടുത്ത് omega-6 പോയിട്ട് അറ്റാച്ച് ആവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് omega-3 വേണ്ടടുത്ത് omega-3 തന്നെ കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് സപ്ലിമെന്റേഷൻ കമ്പൽസറി ആയിട്ട് കഴിക്കേണ്ടി വരും. താങ്ക് യു സർ. എക്സസൈസിൽ സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ പറ്റി സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും സ്ലീപ്പിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും ഒന്ന്? നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റേജ് 3യിലേക്കും സ്റ്റേജ് 4ലേക്കും പോകുന്നത്. സ്ലീപ്പ് സൈക്കിളിലത്തെ സ്റ്റേജസിൽ 3ാമത്തെ 4ാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രെയിൻ ആക്ടിവിറ്റീസ് കുറക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനുമാണ്. അതിൽ ബ്രീത്തിങ് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തോളൂ. നമുക്ക് മറ്റൊരാളുമായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ അല്ല, നമുക്ക് മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു സംസാരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് വരികയാണെന്ന് വിചാരിച്ചോ, ഇമോഷണൽ ചാലഞ്ച് വരികയാണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്താ ഇമ്മീഡിയറ്റ്ലി ചെയ്യുക? ഒന്നുകിൽ നമ്മൾ വോയിസ് ഒന്ന് ഉയർത്തും, അല്ലെ? നീ ഞാൻ പറയുന്നത് കേൾക്ക് എന്നും പറയാതെ പറയാൻ വേണ്ടിട്ട് ഉറക്കെ സംസാരിക്കുന്നത്. മറ്റേ ആള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്താണ് അവിടെ അത് തുടങ്ങുന്നത്. ഈ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ബ്രീത്തിങ്ങിന്റെ ഫ്രീക്വൻസി കൂടും. നോർമലി ഒരാൾ ബ്രീത്ത് ചെയ്യുന്നത് ഒരു 16 മുതൽ 20 തവണയാണ് ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യുന്നത്.
ഓക്കെ. പൾസ് റേറ്റ് അല്ല ഞാൻ പറയുന്നത്, ബ്രീത്തിങ്ങിന്റെ മീൻസ് ശ്വാസോച്ഛ്വാസം ഇത്രയാണ്, ഈ 16 to 18 ഒക്കെയാണ് നോർമലി ഉണ്ടാവുന്നത്. ഇയാള് ഡീപ് ബ്രീത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു 10 ഒക്കെ ആവും. അതേ സമയത്ത് ഇമോഷണൽ ചാലഞ്ച് വരുന്ന സമയത്ത് ഇയാളുടെ ബ്രീത്തിങ്ങിന്റെ എണ്ണം കൂടും, വളരെ ഫാസ്റ്റ് ആവും. അവിടെ നമ്മുടെ ബ്രീത്തിനെ, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ സമയത്ത് ഡീപ് ബ്രീത്ത് എടുത്താൽ മതി. ഓക്കെ. അതല്ല, മറ്റുള്ളവരോട് നമുക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ബ്രീത്ത് എടുത്താലും മതി. സോ അവിടെ ചോയ്സ് ഉണ്ട്. ഇതൊരു പക്ഷെ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഇന്റർപേഴ്സണൽ ആക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് ബ്രീതിങ്. പക്ഷെ നമുക്ക് ഈ നിക്ക് ഓഫ് ദ ടൈം, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇത് ഓർമ്മ വരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമില്ലാത്ത സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ടാണ് യോഗിക്കായിട്ടുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ ഈവൻ ചില ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ ഇപ്പോൾ സാറിനെ പോലെ കൂടുതൽ പ്രസന്നതയോടെ എപ്പോഴും അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ബ്രീതിങ് എക്സസൈസിന് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ചുകൂടി ഡീപ്പർ ലെവലാണ്. ബ്രീത്തിങ് നമുക്ക് കണ്ണു തുറന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മിക്കവാറും കണ്ണടച്ചിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ സയൻസ്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടോ അതിൽ പൂർണ്ണമായിട്ട് നിൽക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം കഴിക്കുന്നത് ഒരു 20 മിനിറ്റ് നമ്മൾ സമയമെടുത്ത് ഓരോ പ്രാവശ്യവും 30 തവണയെങ്കിലും ചവച്ച് കഴിക്കുന്നത് ശരിക്കും നല്ലൊരു മെഡിറ്റേഷൻ. ഭക്ഷണത്തിനോട് ഉള്ള ഒരു മെഡിറ്റേഷനാണ് അവിടെ വരുന്നത്. കണ്ണടച്ചിട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു ലെവലാണ്. നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിൽ മെഡിറ്റേറ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ്. മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇങ്ങനെ പണിയെടുക്കുന്നതിനിടയിൽ എന്തോ നോക്കിയിട്ട്, മൊബൈൽ ഇല്ല കേട്ടോ, മൊബൈൽ ഇല്ലാത്ത സമയത്തേക്ക് പോകും, എന്തെങ്കിലും നോക്കിയിട്ട് അങ്ങനെ അവിടെ പോയാവുക എന്ന് പറയും ഹിന്ദിയിൽ. നമ്മൾ അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ചിന്തയിലേക്ക് പോവാണ്. ഇതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ആണ്. ഈ മെഡിറ്റേറ്റീവ് ആവുന്ന സമയത്ത് ശരീരത്തിന് കുറേ എഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള ഹോർമോൺസ് ഇംബാലൻസിലേക്ക് പോകുമ്പോഴാണ് ശരീരത്തിന് ഡിസ്റ്റർബൻസ് തോന്നുന്നത്, മനസ്സിനും ഡിസ്റ്റർബൻസ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ പലതരത്തിലുള്ള ഹോർമോൺസിന്റെയും എൻസൈംസിന്റെയും ഇംബാലൻസ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് സ്വയം നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ നല്ലതാണ്. ഈ പറയുന്ന ആയുധം തന്നെ എന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് കുട്ടികൾ പറയും ബ്രീത്തിങ് എടുക്കും. എനിവേ, എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഉറക്കം. ഈ ആനയുടെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ, എന്തായാലും ചോദ്യങ്ങൾ എന്തായാലും നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇനിയും നമുക്ക് വേറൊരു ടോപ്പിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്.